തമിഴക വെട്രിക്കഴകം ഇന്ന് വരെ ഒരു പുതിയ പാർട്ടിക്കും ലഭിക്കാത്തത്ര വലിയ ജനപിന്തുണയാണ് തമിഴക വെട്രിക്കഴകം അഥവാ TVK എന്ന പാർട്ടിക്ക് ലഭിക്കുന്നത്. അതിന് കാരണം ഒരേ ഒരു പേര്, ദളപതി വിജയ്. സസ്പെൻസ് ആണ് വിജയുടെ മെയിൻ. ആദ്യം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ ഇല്ലയോ എന്നതായിരുന്നു സസ്പെൻസ്. വിജയെ മുന്നിൽ നിർത്തി പാർട്ടി ഉണ്ടാക്കിയതിന്റെ പേരിൽ സ്വന്തം അച്ഛനെതിരെ വിജയ് കേസ് കൊടുത്തതും വിജയുടെ രാഷ്ട്രീയ യാത്രയിൽ ഒരു ഏട് മാത്രമാണ്. അങ്ങനെ വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുമോ ഇല്ലയോ എന്നതിന്റെ സസ്പെൻസിന് വിരാമം ഇട്ടുകൊണ്ട് 2024 ഫെബ്രുവരി 2 വിജയ് തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടി സ്ഥാപിച്ചു. പിറപ്പൊക്കും എല്ലാ ഉയർക്കും, അതായത് ജന്മം കൊണ്ട് എല്ലാവരും തുല്യരാണ് എന്ന മുദ്രാവാക്യവുമായാണ് വിജയ് തന്റെ പാർട്ടി രൂപീകരിക്കുന്നത്. രാഷ്ട്രീയത്തിലേക്കുള്ള വിജയുടെ നീക്കങ്ങൾ കൃത്യമായ ദിശയിലൂടെ തന്നെ സഞ്ചരിച്ചു. DMK സർവാധിപത്യം പുലർത്തിയ തമിഴ്നാട്ടിൽ AIDMK പോലും ഞെട്ടിച്ചുകൊണ്ട് വിജയുടെ പാർട്ടി വളർന്നു. ഇന്ന് വിജയുടെ TVKയ്ക്കായി പിടിവലിയാണ്. മറ്റൊരു നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് തമിഴ് ജനത അടുക്കുമ്പോൾ അവിടെ വിജയും വിജയുടെ TVKയും വലിയൊരു ശക്തിയായി തന്നെ മാറിക്കഴിഞ്ഞു. കരൂർ ദുരന്തത്തിന് ശേഷം DMKയെ ശക്തമായി ആക്രമിക്കുന്ന വിജയ് ആർക്കൊപ്പം സഖ്യം ചേരും എന്നാണ് ഇപ്പോഴത്തെ സസ്പെൻസ്. ഔദ്യോഗികമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് വിജയുടെ സിനിമകൾ പരിശോധിച്ചാൽ അവിടെ ഒരു BJP വിരുദ്ധത കാണാൻ സാധിക്കും. മരുന്നിന് GST ഉയർത്തിയതും കൃഷി ചെയ്യാൻ വെള്ളമില്ല എന്ന് പറയുന്നതും കർഷക ആത്മഹത്യയുമെല്ലാം അവിടെ കാണും. ബിഗിൽ സിനിമയ്ക്ക് ശേഷം വരുമാനവുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് കാണിച്ച് മണിക്കൂറുകൾ നീണ്ട ED ചോദ്യം ചെയ്യലും ആരും മറന്നു കാണില്ല. ഓരോ സിനിമ ഇറങ്ങുന്നതിന് മുൻപേയുള്ള ഓഡിയോ ലോഞ്ചിലും BJPക്കിട്ട് ഒരു കൊട്ടെങ്കിലും കാണാൻ സാധിക്കും. അതെ, വിജയ് BJPക്ക് കൈകൊടുക്കുമോ എന്ന സംശയമാണ് ഇന്ന് തമിഴ് രാഷ്ട്രീയത്തിനുള്ളത്. മറ്റൊരു നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ് തമിഴ്നാട്. DMKയ്ക്കും AIDMKയ്ക്കും ഭീഷണിയായി വിജയുടെ TVK വളർന്നു കഴിഞ്ഞു. അതേസമയം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ലക്ഷ്യം വെച്ച് BJPക്കായി അമിത്ഷാ തന്നെ രംഗത്തുണ്ട്. അങ്ങനെ ആകെ മൊത്തം ഇലക്ഷൻ ഞെരുക്കത്തിലേക്ക് തമിഴ് രാഷ്ട്രീയം നീങ്ങുകയാണ്. ഇവിടെ ഡിമാൻഡ് വിജയുടെ TVKയ്ക്ക് തന്നെയാണ്. എന്നാൽ വിജയുടെ TVK BJPക്ക് കൈ കൊടുക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അണിയറയിൽ അതിനായുള്ള ചില ചരടുവലികൾ നടന്നു കഴിഞ്ഞു എന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ വന്നാൽ ഇത്രനാൾ തന്റെ സിനിമകളിലൂടെ വിജയ് മുന്നോട്ട് വെച്ച BJP വിരുദ്ധത എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും. വിജയിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാൽ ആരുമായും സഖ്യം ചേരാൻ തയ്യാറാണെന്ന് ഇതിനോടകം TVK അറിയിച്ചു കഴിഞ്ഞു. സഖ്യം ചേരാൻ മുൻനിരയിലുള്ള പാർട്ടി BJPയുമാണ്. BJPയുമായി TVK ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തെത്തിയതിന് പിന്നാലെയാണ് TVKയുടെ ഇത്തരമൊരു നിലപാടെത്തുന്നത്. ഇത് TVK BJP സഖ്യം ഉണ്ടാകുമോ എന്ന സംശയത്തിലേക്ക് എത്തുകയാണ്. എന്തായാലും വൈകാതെ തന്നെ ഊഹാപോഹങ്ങൾക്ക് ഒരു ഉത്തരം ലഭിക്കും. പക്ഷേ അപ്പോൾ ബാക്കിയാകുന്നത് ചിലപ്പോൾ വിജയുടെ ചില BJP വിരുദ്ധ സിനിമാ ഡയലോഗുകളായിരിക്കും.